ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ജൈവ മാലിന്യങ്ങളെക്കുറിച്ചും അജൈവ മാലിന്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു നിർത്തിയത്. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിളുകളൊക്കെ പറഞ്ഞു. ഇനി അടുത്ത് നോക്കാനുള്ളത് വീട്ടിലെ മാലിന്യങ്ങളെ തരംതിരിക്കാം. ഇവിടെ കുറച്ച് മാലിന്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിന് താഴെ ഒരു നിക്ഷേപിക്കാനുള്ള ബിന്നുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന മാലിന്യങ്ങളെ ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ, അപകടകരമായ മാലിന്യങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് ബൾബുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, ലാമ്പുകൾ, കടലാസ്, പേപ്പർ കപ്പ്, ചെരുപ്പുകൾ, ബാഗുകൾ, തുണികൾ, കീടനാശിനികളുടെ പാത്രം, പെയിൻറ് പാത്രം, പ്ലാസ്റ്റിക് ബാഗ്, പച്ചക്കറി മാലിന്യം, കാർഡ്ബോർഡ് പാക്കിംഗ്, പ്ലാസ്റ്റിക് കപ്പ്, മൊബൈൽ ഫോൺ ബാറ്ററി, പ്ലാസ്റ്റിക് കുപ്പികൾ, സ്ഫടിക കുപ്പികൾ, ഒഴിഞ്ഞ ടൂത്ത് പേസ്റ്റ് ട്യൂബ്, മത്സ്യ മാംസാവശിഷ്ടങ്ങൾ. ഇത്രയാണ് തന്നിട്ടുള്ള മാലിന്യങ്ങൾ. ഇനി നമുക്കതിനെ ഓരോന്നായിട്ട് ജൈവ മാലിന്യം, അജൈവം, അപകടകരമായെന്നും തരംതിരിക്കാം. തന്നിരിക്കുന്നവയിൽ ജൈവ മാലിന്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണാവശിഷ്ടങ്ങൾ, പേപ്പർ കപ്പ്, പച്ചക്കറി മാലിന്യം, കാർഡ്ബോർഡ് പാക്കിംഗ്, മത്സ്യ മാംസാവശിഷ്ടങ്ങൾ, ഇതൊക്കെയാണ് ജൈവ മാലിന്യങ്ങളിൽ വരുന്നത്. ഇനി നമുക്ക് അജൈവ മാലിന്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബൾബ്, ചെരുപ്പുകൾ, പ്ലാസ്റ്റിക് ബാഗുകൾ, തുണി, പ്ലാസ്റ്റിക് കപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽ, ടൂത്ത് പേസ്റ്റ് ട്യൂബ്. അടുത്തത് അപകടകരമായ മാലിന്യം. ലാമ്പുകൾ, കീടനാശിനികളുടെ പാത്രം, പെയിൻറ് പാത്രം, മൊബൈൽ ഫോൺ ബാറ്ററി. ഇതൊക്കെയാണ് മാലിന്യങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്ന രീതികൾ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ്, മാലിന്യ സംസ്കരണം ശാസ്ത്രീയ രീതികൾ. മാലിന്യങ്ങളെ അവ ഉണ്ടാകുന്ന സ്ഥലത്തു തന്നെ സംസ്കരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. ഇത് ഉറവിട മാലിന്യ സംസ്കരണം എന്നറിയപ്പെടുന്നു. അപ്പോൾ മാലിന്യം എവിടെയാണ് ഉണ്ടാകുന്നത് അവിടെ തന്നെ അതിനെ സംസ്കരിക്കാം. അതിനെ പറയുന്നതാണ് ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക എന്നതാണ് ഇതിൻ്റെ ആദ്യഘട്ടം. നിങ്ങൾ തരംതിരിച്ച മാലിന്യങ്ങളിൽ ചിലത് ജൈവവളം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയും. അവ ഏതൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും പച്ചക്കറികളുടെ വേസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ജൈവവളം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ജൈവ മാലിന്യങ്ങളെ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ ചെറു രാസ സംയുക്തങ്ങളായി വിഘടിപ്പിക്കാൻ കഴിയും. ഇവ ജീർണിച്ചുണ്ടാകുന്ന നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് എന്നിവ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാണ്. അപ്പോൾ ജൈവമാലിന്യങ്ങളെ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോട് കൂടിയിട്ടാണ് വിഘടിപ്പിക്കുന്നത്. അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷം സൂക്ഷ്മാണുക്കൾ ആ വേസ്റ്റുകൾ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയതിന് ശേഷം മണ്ണിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി അതിൽ നിന്നും നൈട്രേറ്റ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് മുതലായവ ഉണ്ടാവുകയും അത് സസ്യ വളർച്ചയ്ക്ക് സഹായകമാവുകയും ചെയ്യുമെന്ന് പറയുന്നു. അതിനാൽ ഇവ വളമായി ഉപയോഗിക്കാൻ കഴിയുന്നു. ജൈവ മാലിന്യങ്ങൾ ശരിയായ മാർഗങ്ങളിലൂടെ സംസ്കരിച്ചാൽ മാത്രമേ അവ ജൈവവളമായി മാറുകയുള്ളൂ. ഗാർഹിക തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് പ്രധാനമായും 3 രീതികളാണ് ഉള്ളത്. അപ്പോൾ ജൈവ മാലിന്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് 3 രീതികളാണ് ഉള്ളതെന്ന് പറയുന്നത്. അതിലൊന്നാണ് മണ്ണിര കമ്പോസ്റ്റിംഗ്, 2 വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്, മൂന്നാമത് പറയുന്നത് ജൈവ വാതക നിർമ്മാണം. ഇത് 3ആണ് ഗാർഹികമായ രീതിയിൽ ജൈവ മാലിന്യങ്ങളെ സംസ്കരിക്കുന്ന 3 രീതികൾ എന്ന് പറയുന്നത്. അതിൽ മണ്ണിര കമ്പോസ്റ്റിംഗ് നോക്കാം. മണ്ണിരകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണ് മണ്ണിര കമ്പോസ്റ്റ്. ഇതൊരു മാലിന്യ നിർമ്മാർജ്ജന രീതി കൂടിയാണ്. അപ്പോൾ മണ്ണിരകളെ ഉപയോഗിച്ചിട്ടാണ് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. പ്ലാസ്റ്റിക് പാത്രം, വലിയ ചട്ടി, സിമൻറ്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്ക് എന്നിവ മണ്ണിര കമ്പോസ്റ്റിംഗ് നടത്തുന്നതിന് ഉപയോഗിക്കുന്നു. മണ്ണിര ജൈവാംശങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ വിസർജ്യം വളമായി മാറുകയും ചെയ്യുന്നു. മണ്ണിര കമ്പോസ്റ്റിംഗ് വഴി ലഭിക്കുന്ന വളം മറ്റ് കമ്പോസ്റ്റ് വളത്തേക്കാൾ മികച്ചതാണ്. അപ്പോൾ ഈ മണ്ണിര എന്താ ചെയ്യണത്? ആ ജൈവാവശിഷ്ടങ്ങളെ എല്ലാം അത് ഭക്ഷിച്ചതിന് ശേഷം അതിൻ്റെ വിസർജ്യമാണ് വളമായിട്ട് മാറുന്നത്. ഇത് മറ്റു വളങ്ങളെക്കാൾ വളരെയധികം മികച്ചതാണെന്നാണ് പറയുന്നത്. അടുത്താണ് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ചിത്രം നിരീക്ഷിക്കൂ. ഈ സംവിധാനം നിങ്ങൾക്ക് പരിചയമുണ്ടോ? ജൈവ സംസ്കരണത്തിന് ഉതകുന്ന വിധം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാത്രങ്ങൾ തട്ടുകളായി അടുക്കി വച്ചിട്ടുണ്ട്. ബയോ കമ്പോസ്റ്റർ ബിൻ ആണ് ഇത്. ഇതിൽ നടക്കുന്നത് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് പ്രക്രിയയാണ്. ഇതിൻ്റെ പ്രവർത്തന രീതി അന്വേഷിച്ച് മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പല വീടുകളിലും പഞ്ചായത്ത് വഴിയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വഴിയോ ഒക്കെ ഇങ്ങനെ വേസ്റ്റുകൾ, അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകൾ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ബിന്നുകൾ കൊടുക്കുന്നുണ്ട് അല്ലേ. ചിലത് മണ്ണിൻ്റെയാണ്, ചിലത് പ്ലാസ്റ്റിക്കിൻ്റെയും കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 3 തട്ടുകളായിട്ട് 3 ലെയറുകളായിട്ടുള്ള ബിന്നുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബിന്നുകളിൽ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകൾ അതിൽ നിക്ഷേപിക്കും. അതിനുശേഷം ഇന്നോക്കുലം എന്ന് പറയുന്ന ഒരു സാധനം അവർ തരും. അത് അതിൻ്റെ മേലെ ഇടും. അതിനുശേഷം ഒരു ബാക്ടീരിയയൊക്കെ ഉള്ള ഒരു ചെറിയൊരു വളം പോലത്തെ സാധനമാണ് അതിട്ടതിന് ശേഷം പിന്നെ വീണ്ടും അടുക്കളയിലുള്ള വേസ്റ്റുകൾ, ഓരോ ദിവസത്തെ വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് അത് നിറയ്ക്കും. അപ്പോൾ വായുവുമായിട്ട് സമ്പർക്കം വഴിയാണ് ഈ അവശിഷ്ടങ്ങൾ, ജൈവാവശിഷ്ടങ്ങൾ വളമായിട്ട് മാറുന്നത്.
ഇനി അടുത്താണ് ജൈവവാതക നിർമ്മാണം. ഓക്സിജന്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുവാൻ സാധിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ്. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ബയോഗ്യാസ് പ്ലാന്റുകളുണ്ട് അല്ലേ. അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകൾ തന്നെയാണ് ഇതിൽ നിക്ഷേപിക്കുന്നത്. ഓക്സിജന്റെ അഭാവത്തിൽ, അതായത് ഓക്സിജന്റെ ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെയാണ് ഈ ജൈവമാലിന്യങ്ങൾ എന്തായിട്ട് മാറുന്നത്, ഗ്യാസ് ആയിട്ട് മാറുന്നത്. ഇതിൽ മാലിന്യ സംസ്കരണം നടക്കുന്നതോടൊപ്പം പാചകവാതകം ഉൽപ്പന്നമായി ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് വളവും കിട്ടും, പിന്നെ അതിൽ നിന്നും ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. ആ ഗ്യാസ് നമുക്ക് അടുക്കളയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ പറയുന്നത് ഒരു ബയോഗ്യാസ് പ്ലാന്റ് സന്ദർശിച്ച് അതിലുള്ള പ്രവർത്തന രീതികളൊക്കെ മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലും അതേപോലെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ തന്നെയാണ് ഇടുന്നത്. പിന്നെ അതിൽ ചാണകമൊക്കെ, പച്ച ചാണകമൊക്കെ കലക്കി ഒഴിച്ചിട്ടൊക്കെയാണ് ഇതിൽ നിന്നും ഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഗ്യാസ് പാചകത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ബയോഗ്യാസ് പ്ലാന്റിലും ജൈവാവശിഷ്ടങ്ങൾ ബാക്ടീരിയ പ്രവർത്തന ഫലമായിട്ടാണ് വിഘടിച്ചിട്ടാണ് അതിൽ നിന്നുണ്ടാവുന്നത് വളവും അതുപോലെ തന്നെ ബയോഗ്യാസും ഉണ്ടാകുന്നത് കേട്ടോ. അടുത്തത് നോക്കാം. കടലാസ് നിർമ്മിത ഉൽപ്പന്നങ്ങളും പുനഃചക്രമണത്തിന് വിധേയമാക്കാൻ കഴിയും. എന്നാൽ അജൈവ മാലിന്യങ്ങളെല്ലാം ഇതുപോലെ സംസ്കരിക്കാൻ കഴിയില്ല അല്ലേ. അത് അജൈവ മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, പ്ലാസ്റ്റിക്, അതുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അതിനൊരിക്കലും നമുക്ക് സംസ്കരിക്കാൻ വേണ്ടി കഴിയില്ല. വളരെ കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനഃചക്രമണത്തിന് വിധേയമാക്കാൻ കഴിയില്ല. വളരെ കുറഞ്ഞ പ്ലാസ്റ്റിക് കവറുകളുടെ ഉൽപ്പാദനവും വിതരണവും തടയുന്നതിന്റെ കാരണം എന്തായിരിക്കും? അത് ഒരിക്കലും മണ്ണിൽ ലയിച്ച് ചേരില്ല അല്ലേ. അത് മണ്ണിൽ അലേയമായിട്ട് തന്നെ കിടക്കുന്നത് കൊണ്ടാണ്. പിന്നെ അത് തന്നെയല്ല, മണ്ണിന്റെ ഫലപുഷ്ടിക്ക് അത് ബാധിക്കും. അതുകൊണ്ടാണ് ഇതൊരിക്കലും അതിന്റെ വിതരണം അതുപോലെ തന്നെ ഉൽപ്പാദനവും പ്രോത്സാഹിപ്പിക്കാത്തത്. അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും? 3Rs എന്ന് കേട്ടിട്ടില്ലേ? ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് 3R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗം കുറയ്ക്കുക, അതായത് റെഡ്യൂസ്. രണ്ടാമത്തെ R എന്ന് പറയുന്നത് റീയൂസ് ആണ്, അതായത് പുനരുപയോഗം വർദ്ധിപ്പിക്കുക. മൂന്നാമത്തെ R എന്ന് പറയുന്നത് റീസൈക്കിൾ ആണ്, പുനഃചക്രമണം ചെയ്ത് ഉപയോഗിക്കുക, അത് വീണ്ടും ഉപയോഗിക്കുക. അജൈവ മാലിന്യങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നതിനായി ലോകമാകെ സ്വീകരിച്ചിട്ടുള്ള തന്ത്രമാണിത്. ഇത് ജീവിതത്തിന്റെ ഭാഗമായും സംസ്കാരമായും മാറേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ 3Rന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അതൊന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ. 3Rമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേബിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ R എന്ന് പറയുന്നത് റെഡ്യൂസ് ആണ്, അതായത് ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലാസ്റ്റിക് തെർമോകോൾ പ്ലേറ്റുകൾ, മിനറൽ വാട്ടർ ബോട്ടിൽ, ഇതൊക്കെയാണ് പരമാവധി ഉപയോഗം കുറയ്ക്കേണ്ടവ. ഇനി അടുത്ത R എന്ന് പറയുന്നത് റീയൂസ് ആണ്, അതായത് വീണ്ടും ഉപയോഗിക്കേണ്ടവ, അതായത് കൂടിയ ഗ്രേഡ് ഉള്ളവ മാത്രം. പ്ലാസ്റ്റിക് സഞ്ചികൾ, പ്ലാസ്റ്റിക് ഭരണികൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, അതായത് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത R എന്ന് പറയുന്നത് റീസൈക്കിൾ ആണ്, പുനഃചക്രമണം ചെയ്യാവുന്നവ, ലോഹനിർമ്മിത വസ്തുക്കൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ, അതുപോലെ തന്നെ അലൂമിനിയത്തിന്റെ വസ്തുക്കൾ. നെക്സ്റ്റ് ആണ് ഹരിതകർമ്മസേന. അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിൽ നമ്മുടെ നാട്ടിൽ ഹരിതകർമ്മസേന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഹരിതകർമ്മസേനകൾ അല്ലേ. അപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്കൊക്കെ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലും അതുപോലെ തന്നെ കവറുകളൊക്കെ അവരെ ഏൽപ്പിക്കും. അങ്ങനെയൊക്കെയാണ് അവർ അതൊക്കെ കളക്ട് ചെയ്യുന്നത് അല്ലേ. ഇനി ഇവിടെ അടുത്തത് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വായു, ജലം, മണ്ണ് എന്നിവ മലിനീകരിക്കപ്പെടുന്ന വിവിധ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും നമ്മൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞു നിർത്തി അല്ലേ. ഇത് നിങ്ങളുടെ പ്രദേശത്ത് വായു, ജലം, മണ്ണ് എന്നിവ മലിനീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തിയിട്ട് ഒരു പഠനം നടത്താനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മാലിന്യമുക്ത ഹരിത വിദ്യാലയം, അതായത് നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്തിട്ട് മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിനുള്ള കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കേണ്ടതെന്ന് ചർച്ച ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം, അതിനു വേണ്ടി നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റിങ്ങിനായിട്ട് ശേഖരിക്കാം. നെക്സ്റ്റ് കടലാസ് മാലിന്യ നിർമ്മാർജ്ജനം, അതിനു വേണ്ടിയിട്ട് നമുക്ക് നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളാണ് പേപ്പർ ഉപയോഗം കുറയ്ക്കുന്നതിന് ഡിജിറ്റൽ ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുക. അടുത്തത് പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനമാണ്. അതിനുവേണ്ടി നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളാണ് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. അടുത്തത് ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണം. ജൈവ വൈവിധ്യ പാർക്ക് നിർമ്മിക്കുന്നതിന് സ്കൂളിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കിയതിന് ശേഷം ഒരു മാലിന്യമുക്ത ഹരിത വിദ്യാലയം എന്ന ലക്ഷ്യം നേടിയെടുക്കാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ജലവും മണ്ണും വായുവും മലിനീകരിക്കാതെ സംരക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും കടമയാണ്. ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ.
പക്ഷേ ഈ കടമകളൊക്കെ ആരൊക്കെ നിർവഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് പറയാൻ അല്ലേ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വിലയിരുത്താമെന്ന് പറയുന്ന ഭാഗം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഓരോ സന്ദർഭത്തിലും വായു മലിനീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. ഇവിടെ തന്നിട്ടുള്ള പിക്ചറുകൾ ഒന്ന് കൺസ്ട്രക്ഷൻ സൈറ്റാണ്, പിന്നെ ഒന്നെന്ന് പറയുന്നത് ഈ കെട്ടിടങ്ങളൊക്കെ പൊളിക്കുന്ന ഒരു സൈറ്റാണ്, പിന്നെ പറയുന്നത് ഇൻഡസ്ട്രിയലാണ്, അതായത് വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള സൈറ്റുകളാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുള്ളത് അല്ലെ, വാഹനങ്ങളൊക്കെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു ചിത്രമൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി എങ്ങനെയൊക്കെയാണ് എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കൺസ്ട്രക്ഷൻ സൈറ്റാണ് അല്ലെ, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അതുമൂലം എങ്ങനെയാണ് വായു മലിനമാകുന്നത്? അവിടെ കുഴിക്കലും അതേപോലെ തന്നെ മണ്ണ് അരിച്ചെടുക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവയിൽ നിന്നും പൊടിപടലങ്ങളൊക്കെ വായുവിൽ കലരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, കണ്ണിന് അലർജി മുതലായവയ്ക്ക് കാരണമാകുന്നു. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ, ഞാൻ ഇത്രയും പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതാണ് കെട്ടിടങ്ങൾ പൊളിക്കുന്ന സ്ഥലങ്ങൾ. ഈ ഒരു ഭാഗത്തായാലും കൂടുതൽ പൊടിയൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ പൊടിപടലങ്ങളും അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ ഈ പൊളിക്കുന്നതിൽ നിന്നുള്ള സൂക്ഷ്മാവശിഷ്ടങ്ങളൊക്കെ വായുവിൽ കലരുന്നു. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണിന് അലർജി ഉണ്ടാവും, അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ കാരണമാവുകയും ചെയ്യും. അടുത്തതാണ് വ്യവസായ സ്ഥാപനങ്ങൾ. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന പുക, അതുപോലെ തന്നെ വിഷകരമായിട്ടുള്ള വാതകങ്ങളൊക്കെ ആയിരിക്കും പുറത്തേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പരിസ്ഥിതിക്കാണെങ്കിലും അത് ദോഷം ചെയ്യും അല്ലേ. അപ്പോൾ ആസിഡ് മഴ, ആഗോളതാപനം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഇത് കാരണമാകും. ഇനി അടുത്തതാണ് ഗതാഗത കുരുക്ക്, അതായത് ട്രാഫിക് ജാമൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അതുമൂലം എന്താ, വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന പുക, അവയിൽ ഒരുപാട് ഘടകങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പറഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവും, ആസിഡ് മഴ, ആഗോളതാപനം തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുന്നു. പിന്നെ കൂടുതലുണ്ട്, അത് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. തൽക്കാലം ഇത്രയും പറഞ്ഞാൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാൻ ആഹ്വാനം ചെയ്യുന്ന പോസ്റ്ററുകൾ നിർമ്മിക്കുക. പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിലേക്ക് വേണ്ട വാക്കുകളൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തി എഴുതുക. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിരോധിക്കൂ, പ്രകൃതിയെ സംരക്ഷിക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ വാക്കുകളൊക്കെ ഇത് ചേർത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കത്തിച്ചു കളയണം. അത് തെറ്റാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി റീസൈക്കിൾ ചെയ്യണം. അത് ശരിയാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി പുനരുപയോഗിക്കണം. അതൊക്കെയാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. അപ്പോൾ ഇതിൽ എ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തുള്ളൂ അല്ലേ. നാലാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്രജലത്തിൽ നിന്ന് ശുദ്ധജലം വേർതിരിക്കാൻ സ്വീകരിക്കാവുന്ന ശുദ്ധീകരണ മാർഗം ഏത്? അരിക്കൽ പറ്റൂ? ഇല്ല. ക്ലോറിനേഷൻ പറ്റില്ല. ഡിസ്റ്റിലേഷൻ ഓക്കെയാണ്. അടിയിക്കൽ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഡിസ്റ്റിലേഷൻ ആണ്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.